ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ദാ ചായ, ഇന്നടെ ചായ കുടിക്കുക. ആഹാ, മണി 5 ആയിട്ടില്ലല്ലോ, അപ്പോഴത്തേനെ എല്ലാരും വീട്ടിൽ കയറിയോ? ഉച്ചയ്ക്ക് മുമ്പ് തുടങ്ങിയ മഴയല്ലേ, ഇപ്പോഴാ തോർന്നത്. എല്ലാരും നേരത്തെ പോന്നു. അതിന് വർക്ക്ഷോപ്പിൽ എന്ത് മഴ, പണി കുറവാ. ടിറ്റും ചന്തും ഉണ്ടല്ലോ, അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അല്ല, സുധീഷേട്ടൻ എന്താ വരാൻ കാര്യം? മഴ താഴോട്ട് പെയ്ത 500 തൊട്ട് 1000 ഓടുന്ന ആളാന്നല്ലോ. അത് ഉപേക്ഷിച്ച് വരാൻ കാരണം എന്ത്? അതൊക്കെ പഴയ സുധീഷ്. ഇപ്പൊ ന്യായം വിട്ട് ഒരു കളിക്ക് സുധീഷിനെ കിട്ടത്തില്ല. സാമിയെ, എടാ സത്യമാടാ. പിന്നെ മഴയല്ലേ, നീ നേരത്തെ വന്ന് കാണുമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു. വന്നപ്പോഴോ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. എടാ ചായ എടുക്കട്ടെ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. അടിക്കാതെ ഒരു ചായ എടുക്കുക. അടിച്ച ചായ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കുടിക്കുക. അല്ല, ഞാൻ നേരത്തെ വരുന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാവിലെ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു സൈറ്റിൽ പോണം, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകത്തില്ല, നേരെ വീട്ടിലേക്ക് വരുമെന്ന്. ഞാൻ പറയുന്നത് എന്തിനാ ഒളിച്ചിരുന്ന് കേൾക്കുന്നേ? ഓ, ഇനി അതിൻ്റെ പേര് തൂങ്ങണ്ട. ഈ നടത്തളത്ത് ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ കേൾക്കൂലേ? അപ്പോഴത്തേനും ഒളിഞ്ഞു നിന്ന് കേട്ടൊന്നൊന്നും പറയല്ല, അതൊക്കെ മോശമാണ്. അത് ശരി, അത് വിടൂ. ഉച്ചയ്ക്ക് എങ്ങനെ ഊണെങ്ങനെ ഉണ്ടായിരുന്നു? സുഭാഷേട്ടാ, പറയാൻ വിട്ടുപോയി. നല്ല ഉപ്പായിരുന്നു. വീട്ടിൽ നിന്ന് പൊതിഞ്ഞതേ അബദ്ധമായി പോയി. കറി മുഴുവനും ഞാൻ കൊണ്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ വിശ്വസിക്കുന്നില്ല. അടാ, അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയുന്നില്ല. ഹരീഷേട്ടൻ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഊണ്? ഉപ്പ് ഇത്തിരി കൂടുതലായിരുന്നു. ഈ ഇടയായിട്ട് പാചകത്തിലുള്ള ശ്രദ്ധയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കൂടിപ്പോയെന്നല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ദാ മോളെ, ചൂടുവടയാണ്, എല്ലാവർക്കും കൊടുക്ക്. ആ ശരി അച്ഛാ. ആയിക്കോട്ടെ, പരിപ്പ് വടയും ചായയും. ഇന്നാടാ. എനിക്ക് വേണ്ട. വേണ്ടായോ? വേണ്ട അച്ഛാ. ഊണിന്റെ കറികൾക്ക് ഉപ്പ് കൂടുതലായിരുന്നോ? സുഭാഷേട്ടൻ കഴിച്ചതല്ലേ, അറിഞ്ഞൂടെയോ? സുഭാഷേട്ടൻ ഉച്ചയ്ക്ക് ഊണല്ലടാ. ഈ ഇടയായിട്ടെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ്. ചപ്പാത്തി, പൂരി, ദാൽ കറി, വെജ് കുറുമ, മസാല പൂരി. എന്താ സുഭാഷേട്ടാ, ശരിയല്ലേ? നാണം നോക്കി കള്ളൻ. വെറുതെ അല്ലേ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ശ്രദ്ധയില്ലാത്തതല്ലേ? കറക്റ്റ്. അങ്ങനെയൊന്നും ഇല്ലടാ, പുതിയ സ്പൂൺ ആയതുകൊണ്ട് അളവ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, സ്പൂൺ അല്ല. ആരാ നിനക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് തന്നേ? അത് ശരി, ഇന്നലെ പറഞ്ഞൊന്നും ഓർമ്മയില്ലേ? ബംഗാളി മലയാളി കോംബോ തകർക്കാൻ പോവല്ലേ? സുഭാഷേട്ടാ, പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം. ഈ ബംഗാളി പ്രേമം മൂത്തട്ടെ. തൊട്ടി, റാൻ, ആലു പൊറോട്ട, കുഞ്ച, അങ്ങനെ ഫുഡ് മാറ്റി കളയല്ലേ. നമുക്ക് കുറച്ച് റേഷനറി ചോറും കറിയും ഇല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഇല്ല, അതുകൊണ്ടാ. കറക്റ്റ്. നീ പറഞ്ഞതാണെങ്കിലേ നോർത്ത് ഇന്ത്യൻ ഡിഷാ. പ്രോപ്പർ ബംഗാളിയെങ്കിൽ മാഷ ചോർ, ശോഷ ചെങ്കർ. നീയും തുടങ്ങിയ മോളെ. ചുമ്മാതാ സുഭാഷേട്ടാ. ഇപ്പോഴേ എല്ലാവരും കല്യാണത്തിനെ പറ്റി സംസാരിക്കേണ്ട. ആദ്യം അവർ പരസ്പരം ഒന്ന് സംസാരിക്കട്ടെ, മനസ്സിലാക്കട്ടെ. പ്ലസും മൈനസും ഒക്കെ അറിയണ്ടായോ? എന്നിട്ട് മതി കല്യാണം. ഇയാളിത് എന്തോന്നാ പറയുന്നേ? ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയേ. ചിരി അടക്കാൻ പറ്റുന്നില്ല. ദേ സുഭാഷേട്ടാ, നിങ്ങൾക്ക് 10 മിനിറ്റ് ചിരിക്കാതിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബെറ്റ്. 1 2 3 4 5. ഞാൻ പറഞ്ഞില്ലേ ചിരിച്ചെന്ന്. ഇതിലും വേറെ എന്താ വേണ്ടത്? കാതൽ ടു കല്യാണം. ഡാ, അപ്പം അത് കാര്യമായിരുന്നോ? ഞാൻ കരുതിയത് എല്ലാവരും കൂടെ തമാശ കളിക്കുവാന്ന്. ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാന്നോ തമാശ കളിക്കുന്നേ? എന്താടാ സുഭാഷേ, നീ അവളെ കെട്ടാൻ പോകുന്നോ? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് പക്ഷേ അവൻ്റെ ഇളി കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. പറയടാ, നീ അവളെ കെട്ടാൻ പോവാന്നോ? എന്താ ഇപ്പം കെട്ടിയാല് അതൊന്നും ശരിയാവില്ല, അത്ര തന്നെ. ആ പെണ്ണിനെ നീ കെട്ടണ്ട, അതൊന്നും ശരിയാവത്തില്ല. എന്തുകൊണ്ട് ശരിയാവൂല? ശരിയാവത്തില്ല, അത്ര തന്നെ. അതല്ലേ കാരണം ചോദിച്ചത്. നിങ്ങൾക്ക് എന്താ ബോധമില്ലയോ? ആ പെണ്ണ് സംസാരിക്കുന്ന ഇവനറിയാമോ? 4 വാക്ക് ബംഗാളി. ബംഗാളി പോട്ടെ, ഹിന്ദി സംസാരിക്കാൻ ഇവൻ അറിയുമോ? മലയാളം തമ്മിൽ ബുദ്ധിമുട്ടാ, പിന്നല്ലേ ഹിന്ദിയും ബംഗാളിയും. എടാ, അവരുടെ രീതിയും കൾച്ചറും വേറെയാണ്, നമ്മുടെ രീതിയും കൾച്ചറും വേറെയാണ്. ഇപ്പം അത് ഓക്കെയാന്ന് തോന്നുന്നു. നാളെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ വടിമുട്ടി നിൽക്കും. അതുകൊണ്ടാ ശരിയാവത്തില്ലെന്ന് പറഞ്ഞത്. ഇങ്ങാരി നാഷണൽ പർവ്വറ്റ് ലോറിയിൽ ഇന്ത്യ മുഴുവൻ കറങ്ങിക്കൊണ്ട് അറിവ് വളരെ കൂടുതലായിരിക്കും അല്ലേടാ? എടാ സുഭാഷേ, ഞാൻ പറയുന്നു ആ പെണ്ണിനെ കെട്ടണ്ടാന്ന്. അത് പറയാൻ നിങ്ങളാരാ? ഇവൻ്റെ തന്ത. സുഭാഷേട്ടന് വേണ്ടി നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എടാ ഹരീഷെ, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. അപ്പം ഈ വക കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. എടാ സുഭാഷേട്ടന് കല്യാണം സമ്മതമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ നടത്തൂ. അതിന് നിങ്ങളുടെ സമ്മതം വേണ്ട. അതിറ്റുകൾക്കോ വിവരമില്ല. ഞാൻ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയാ, അനുസരിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സുഭാഷേട്ടാ, നിങ്ങളത് വലിയ കാര്യമാക്കണ്ട. നിങ്ങൾ പ്രേമിച്ച് തകർക്കേ. നമുക്കിത് ഗംഭീര കല്യാണമാക്കാം, പോരെയോ? അയ്യോ, നാണം വന്നോ? ഇല്ലേട്ടായി, പാർട്സൊക്കെ ഓർഡർ എത്തിയിട്ട് വേണം എൻജിൻ സെറ്റ് ചെയ്യാൻ. ഇന്ന് എത്ര തീയതി? 21 നാളെയല്ലയോ? നടക്കുന്ന കേസല്ല. ചേട്ടൻ ഒരു 24-ാം തീയതി വൈകിട്ട് വാ. 21 നാളെയാന്നോ? അയ്യോ നിധി, നാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഓട്ടം ഉണ്ട്. അതുകൊണ്ട്
നാളെയല്ലേ കേസ്? ഞാനും ഡേറ്റ് മറന്നിരിക്കുവായിരുന്നു. വക്കീൽ വിളിച്ചപ്പോഴാണ് ഓർത്തത്. നാളെ നിധി കേസിന് പോകുന്നുണ്ടോ? നമ്മൾ രണ്ടുപേരും ഉറപ്പായിട്ടും പോകണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. വക്കീലിനോട് അവധിക്ക് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്ത്? അല്ല, നാളെ ജോലി കളയണ്ടായല്ലോ. അടുത്ത തവണ ഡേറ്റ് ഓർത്ത് വെച്ച് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വക്കീൽ. ഇനി മാറ്റി വെക്കാൻ പറ്റത്തില്ല. അടുത്ത തവണയല്ലേ? അതൊക്കെ നമുക്ക് നോക്കാന്നേ. എന്ത്? അടുത്ത തവണ നോക്കാം. നോക്കിയാ പോരാ, പോണം. ഏതായാലും ഇത്തവണ രക്ഷപ്പെട്ടു. അടുത്ത തവണ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഡിസൈൻ വരയ്ക്കുക. അയ്യോ ഗായത്രി വിളിക്കുന്നു, നോക്കിയേ. അതിന് ഞാൻ എന്താ വേണം? സുധീഷേട്ട എന്താ ഉദ്ദേശിക്കുന്നത്? നികേഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നീയും അറിഞ്ഞോ? ആ, നാളെ കോടതിയിൽ സെക്കൻഡ് ഹിയറിംഗ് ആയിരുന്നു. അവൾ പോകുന്നില്ല. നീ കേട്ടില്ലേ? അത് ജോലി ഉള്ളത് കൊണ്ടാ. അല്ലടാ, ഇത്രയും കാലം ജോലിയെക്കാട്ടിലും വലുതായിരുന്നു ഡിവോഴ്സ്. ഇപ്പം അത് മാറി. ഡിവോഴ്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ജോലിക്കായി. ഇനി ഡിവോഴ്സേ വേണ്ടാന്ന് അവൾ പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമല്ല, ഏട്ടത്തിയായ ഡേറ്റ് മറന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അസൈൻമെൻറ്റ് വന്നു. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവധിക്ക് വെച്ചു. ഇനി നോക്കിക്കോ, അടുത്ത തവണ ഉറപ്പായിട്ട് ഏട്ടത്തി കോടതിയിൽ പോവും എന്ന് നീ പറഞ്ഞു. എൻ്റെ പരീക്ഷണം വിജയത്തിൻ്റെ പാതയിൽ തന്നെയാണ്. അത് അധികം താമസിക്കാതെ സക്സസ് ആവും മോനെ. പരീക്ഷണമോ? അതെ, ഇപ്പോൾ ഒരു കോൾ വന്നില്ലേ? ഗായത്രി. അതാണ് പരീക്ഷണ ടെസ്റ്റ്. ഗായത്രിയുടെ പേര് പറഞ്ഞപ്പോൾ അവൾ എണീറ്റ് പോയത് കണ്ടില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. ഏട്ടത്തിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണറുണ്ട്. അതില്ലാതാക്കാനാണ് സുധീഷേട്ടൻ ശ്രമിക്കുന്നത്. എടാ, അത് അങ്ങനെയല്ല. നമ്മൾ പിന്നാലെ നടക്കുമ്പോഴേ ഈ പെമ്പിള്ളാർക്ക് ഒരു വിലയും കാണത്തില്ല. നമ്മൾ മിസ്സായെന്ന് തോന്നലുണ്ടാകുമ്പോഴേ അപ്പം അറിയാം നമ്മുടെ വില. ഓ, അപ്പോൾ സുധീഷേട്ടൻ്റെ വില ഏട്ടത്തിക്ക് മനസ്സിലാക്കാനാ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ? അവക്ക് എന്നോടുള്ള പൊസസീവൻസ് കൂട്ടി കൊണ്ടുവരും. നന്നായി. എന്തെങ്കിലും കാണിക്ക്. ഇവളെന്തിനാ വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? ചോദിക്കട്ടെ. ആ, എടുക്ക്. ഹലോ, എന്തെടുക്കുവാ? ഞാൻ വീട്ടിലാ. കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. കഴിക്കണം. ഞാൻ കഴിച്ചു. ചപ്പാത്തിയും പനീർ കറിയും. പനീർ ഇഷ്ടമാണോ? അല്ല, എനിക്ക് നല്ല ഇഷ്ടമാ. എന്നാ കഴിച്ചോ. വയറ് നിറച്ച് കഴിച്ചോ. ഇന്നേ കോളേജിൽ ഒരു തമാശ ഉണ്ടായി. അത് പറയാൻ വിളിച്ചതാ. ഈശ്വര, തമാശ? അതെന്താ ഈശ്വര തമാശയോ? പറ, ഞാൻ കേക്കട്ടെ. എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിധി വരുന്ന സുധീഷ് കാണുന്നു. അയ്യോ, കിടിലൻ തമാശ, ഉഗ്രൻ. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പാതി കേട്ടപ്പോഴേ ചിരി അടക്കാൻ വയ്യ. എന്നെ കളിയാക്കുമല്ലോ. പിന്നെ ഗായത്രി സീറ്റ് അല്ലയോ? ഞാൻ കളിയാക്കുവോ? ഓ, വളിപ്പൻ. ശരിക്കും സീറ്റ് സുധീഷേട്ടനാ. ഞാനോ? ഞാൻ അത്രയ്ക്ക് സീറ്റാ? പിന്നെ ഞാൻ ബാക്കി തമാശ പറയട്ടെ? പിന്നെ ബാക്കി തമാശ മുഴുവൻ പറഞ്ഞോ, ഞാൻ കേക്കട്ടെ. നിധി ദേഷ്യപ്പെട്ടു പോന്നു. എങ്ങനെയുണ്ടായിരുന്നു തമാശ? കൊള്ളാം, ബ്യൂട്ടിഫുൾ. എന്നാൽ ഇങ്ങനെയുള്ള തമാശ എനിക്കും പറഞ്ഞു തന്നെ. ആ, എന്നാൽ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. എന്താ സുധീഷേട്ടാ, വേലിക്ക് ഇരുന്ന പാമ്പിനെ കീശയിലിട്ട പോലെ ആയോ? കീശയിലല്ല, എടാ പോന്ന്. എടാ ചെറുക്കാൻ, നീ ചിരി നിർത്ത്. ഈ വക ഓലപ്പാമ്പൊന്നും സുധീഷിനെ കൊത്തില്ല. ഇത് വെച്ച് അത് ശരിയാക്കും. അതിനു മുമ്പേ നിങ്ങളെ ഇത് ശരിയാക്കും. നോക്കിക്കോ. ആണോ? ഈ സുധീഷിന്റെ മുന്നിലോ? നല്ല കാര്യമായി. ചാന്ദിനി പിന്നെ സുഭാഷേട്ടന് ലവ് അയച്ചു കൊടുക്കുന്നു. സുഭാഷേട്ടൻ തിരിച്ചു അയച്ചു കൊടുക്കുന്നു. കഴിച്ചോന്ന് മെസ്സേജ് അയക്കുന്നു. ഖാന. സുഭാഷേട്ടൻ ചാന്ദിനിയെ വിളിക്കുന്നു. അവർ വിളിച്ച് സംസാരിക്കുന്നു. സുധീഷ് നിധിയെ കേൾപ്പിക്കാൻ. ഇല്ലില്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, മഴ വന്നിട്ട് എന്തായി? ആന്നോ? ഏട്ടത്തി, രാത്രിയെല്ലാം പണിയാണോ? ഓഫീസ് വെച്ച് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. നാളെ പ്രസന്റ് ചെയ്യാനുള്ളതാ. ഞാൻ എന്നാലേ സുഭാഷേട്ടൻ്റെ അടുത്ത് ഉണ്ടാവും. ശരി എന്നാ. അച്ചാറെന്ന് വെച്ചാൽ പിക്ക്. ഹിന്ദിയിൽ എന്താ പറയുന്നേ? ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.